ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി ആ സ്റ്റെയറിലിരിക്കുമ്പം നിന്നോട് അമ്മയ്ക്കുള്ള ദേഷ്യം മാറില്ലെന്നാണ് ഞാൻ കരുതിയത്, എന്തോ മാറി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരുക. നീ അമ്മയോട് കറക്റ്റായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മ നിന്നോട് ക്ഷമിച്ചു, സമാധാനം എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് പറയാ. ശ്രുതി ഇപ്പോഴാണ് നീ അമ്മയുടെ മുന്നിൽ നീ അന്ന് അമ്മയോട് പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ശ്രുതി എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ പറഞ്ഞു ശ്രുതി ദേഷ്യപ്പെടുമ്പോൾ, ശ്രുതി നീ അതിനെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാനെന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ലല്ലേ? അല്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്യാറില്ലല്ലോ എന്ന് ശ്രുതി പറയാ കേട്ടോ. എന്നെ എല്ലാവരും വളഞ്ഞിട്ട് വഴക്ക് പറഞ്ഞപ്പോൾ ശ്രുതി എന്താ ചെയ്തത്? ശ്രുതിയുടെ അമ്മ എന്നെ തല്ലിയപ്പോൾ ശ്രുതി എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുക. അറ്റ്ലീസ്റ്റ് ആൻറ്റി ഒന്ന് പിടിച്ച് മാറ്റിയെങ്കിലും ചെയ്യാറുന്നില്ലേന്ന് ചോദിച്ചു. ഒന്നും ചെയ്യാതെ റെസ്റ്റ് ഒന്നും കണ്ടില്ലേന്ന് ചോദിച്ചു. ശ്രുതി ഞാൻ രസിച്ചിട്ടൊന്നുമില്ല. രസിച്ചിട്ടൊന്നും ഇല്ലയെന്ന് ഞാൻ ക്ഷമ ചോദിച്ച ശേഷവും എന്നെ ആൻറ്റി വഴക്ക് പറഞ്ഞു. അപ്പം ശ്രുതി ആൻറ്റിയോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. വായടച്ച് നിൽക്കുകയല്ലേ ചെയ്തുള്ളൂ. അത് പിന്നെ ശ്രുതി ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്കും ഫീലായിരുന്നു. ഫീലായതുകൊണ്ടാണോ മരം പോലെ അവിടെ നിന്നതെന്ന് ഭാര്യ ചോദിക്കുക. എന്നും പറഞ്ഞു ശ്രുതി ഭയങ്കരമായിട്ട് കലിപ്പ് കയറി നിൽക്കുന്നു. ഞാൻ എല്ലാം ചെയ്തത് ശ്രുതിക്ക് വേണ്ടിയാ, എന്നിട്ടിപ്പോൾ ഞാൻ തെറ്റുകാരിയായില്ലേ എന്ന് ചോദിച്ചു. നീലിമയോട് വാങ്ങിയ കാശിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. ശ്രുതി എടുത്ത് ശ്രുതിക്ക് വേണ്ടി ചിലവാക്കിയതല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് അവസാനം കുറ്റം മുഴുവൻ എൻ്റെ തലയിലായില്ലേ എന്ന് ചോദിച്ചു. ശ്രുതിയുടെ അമ്മ പറയുന്നത് കേട്ട് ശ്രുതി എന്നോട് മിണ്ടാതെ വരെ ഇരുന്നില്ലേന്ന് ചോദിച്ചു. ഒരു രാത്രി ഇവിടെ വരാതെ വരെ ഇരുന്നില്ലേന്ന് ചോദിച്ചു. ശ്രുതിയുടെ അമ്മ പറഞ്ഞതിന് ശേഷമല്ലേ എന്നെ വിളിച്ചത് പോലും. അയ്യോ അങ്ങനെയൊന്നും അല്ല ശ്രുതി. ശ്രുതിക്ക് എന്നെക്കാളും വലുത് ശ്രുതിയുടെ അമ്മ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി നിന്നിങ്ങനെ അഭിനയിച്ച് തകർക്കുവാണ്. എന്നോട് മിണ്ടാതിരുന്നപ്പോൾ ഒരു വിഷമവും ശ്രുതിക്ക് തോന്നിയിരുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ വന്നപ്പോൾ ശ്രുതിക്ക് ഒരു സോറിയെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതിന് പോലും തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ്. അതിന് സോറി പറയാനും മാത്രം ഞാൻ നിന്നോട് എന്താ ചെയ്തതെന്ന് ശ്രുതിയോട് ചോദിക്കുക. അതാ ശ്രുതി ചെയ്യുന്നതൊന്നും തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും പോലും ശ്രുതിക്കില്ല എന്ന് ശ്രുതിയോട് പറയുന്നു. അത് കേട്ടപ്പം ശ്രുതി എനിക്ക് ബുദ്ധിയില്ല എന്ന് മാത്രം നീ ഇങ്ങനെ എപ്പോഴും പറയരുത്, ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ഞാൻ പഠിച്ചിട്ട് 7 ഡിഗ്രി വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പം 7 ഡിഗ്രി എന്നെക്കൊണ്ടത് കൂടുതൽ പറയിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക ശ്രുതിയോട്. ഞാൻ ശ്രുതിയെ പോലെ ഒരു ഷോറൂമിൻ്റെ ഓണറാക്കി, ഇപ്പോൾ ആ ഷോറൂമിൽ വെറും ഒരു തൊഴിലാളിയായി പോയില്ലേ ശ്രുതി എന്ന് ചോദിക്കുവാണ്. സച്ചിയെ ആ നിലയിലാക്കി മാറ്റിക്കഴിയുമ്പോൾ അവിടെ നേർക്കിയും കൂടെ വിട്ടോളൂ എന്ന് പറഞ്ഞു. കണ്ടോ, നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ രേവതി കൈകൊട്ടി ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ കൂടെ ഇല്ലായിരുന്നെങ്കിലേ ശ്രുതിയുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരുന്നേനെന്നും ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടും ശ്രുതി എന്താ ചെയ്തത്? ശ്രുതി എന്നെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തുകയല്ലേ ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? ശ്രുതിയും ശ്രുതിയുടെ അമ്മയും ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ശ്രുതി അത് ഒന്നും ഇനി എന്നോട് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോയി. ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വാർക്കപ്പുറത്തോടെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഒരു പത്തലം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. സച്ചിയുടെ കയ്യിൽ എന്തോ സാധനം ഇരിപ്പുണ്ട്, അതെന്താണെന്ന് അറിയാനാണ് രേവതി ഇട്ട് ഓടിക്കുന്നത്. കുപ്പിയാണെന്ന് ഓർത്ത്. അപ്പോൾ അങ്ങനെ രേവതി സച്ചിയെ കുറേ ഇട്ട് അടിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറേ അഭിനയിച്ച് എന്തൊക്കെയോ ഒക്കെ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാർലർ ഏട്ടത്തേക്ക് ഇപ്പോഴാണ് ശരിക്കും അവന് മനസ്സിലായത്, ഇന്ന് അവനെ ഉറങ്ങാൻ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം, അല്ല ശ്രുതി നിങ്ങളുടെ ഏട്ടനെ അടിക്കുമോ എന്ന് രേവതി ചോദിക്കും കേട്ടോ. അവരുടെ സ്വഭാവം വെച്ച് അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് സച്ചി. ഇനി അച്ഛനാണ് കടയുടെ മുതലാളി, നീ അവിടുത്തെ തൊഴിലാളി മാത്രമാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ നീ കൈയടിച്ചില്ലേ? അതൊരു 1.5 തീരുമാനമായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ കൈയടിച്ചതെന്ന് പറയാം. അമ്മ വരെ ഷോക്കായിപ്പോയി എന്നും പറഞ്ഞ് രേവതി ഇരിക്കുമ്പോൾ നമ്മുടെ സച്ചി അച്ഛൻ മുതലാളിയായിട്ട് ആ കസരയിൽ ഇരിക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എന്ന് സച്ചി രേവതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാം. അപ്പം അച്ഛൻ്റെ വിയർപ്പല്ലേ ആ കാശ്? ശരിക്കും ആ ഷോറൂമിൻ്റെ ഓണർ അച്ഛൻ തന്നെയാണെന്ന കാര്യം രേവതി സച്ചിയോട് പറയാം. സച്ചിയേട്ടനെടുത്ത തീരുമാനം തന്നെയാണ് കറക്റ്റ് എന്നും പറഞ്ഞു. അന്നേ ഞാൻ പറഞ്ഞതാ സച്ചിയേട്ടൻ വക്കീലാവേണ്ട ആളാണെന്ന്. തീർപ്പ് കൽപ്പിക്കാൻ സച്ചിയേട്ടൻ മിടുക്കനാണെന്ന് പറഞ്ഞു. അപ്പം തീർപ്പ് കൽപ്പിക്കുന്നതേ വക്കീലല്ല ജഡ്ജിയാണെന്ന് പറയുമ്പം അതെ ജഡ്ജി ആവണമെങ്കിൽ ആദ്യം വക്കീലാകണമല്ലോ, വേണ്ടേ? അതാ ഞാൻ എന്നും പറഞ്ഞിങ്ങനെ ഇവർ പറയണു. അപ്പോൾ അതും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛനൊരു കടയുടെ ഓണറായെന്നും നല്ല മനുഷ്യർക്ക് എപ്പോഴും നല്ലത് സംഭവിക്കുമെന്ന് പറയുന്നത് ഇതാണെന്നും രേവതി സച്ചിയോട് പറയാം കേട്ടോ. അപ്പോൾ 2 ഫ്രോഡുകൾ പെട്ടെന്ന് താഴെ വീണില്ലേ, ഇതിനാണ് വിധി എന്നൊക്കെ പറയുന്നതെന്നും പറഞ്ഞു. ശ്രുതിയുടെ കയ്യിൽ നിന്ന് കാശ് മടിച്ചു മാറ്റിയാൽ നീലിമ കറക്റ്റായിട്ട് എൻ്റെ കാറിൽ തന്നെ വന്ന് കയറി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം?
എന്തു മനസ്സിലാക്കാം? സത്യം എന്ന സൂര്യനെ പോലെയാണെന്നും രാത്രിയിൽ കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ പകലായി കഴിഞ്ഞാലോ നല്ല ബ്രൈറ്റ് ആയിട്ട് അങ്ങ് തെളിഞ്ഞങ്ങ് നിൽക്കും. അതുപോലെ സത്യം സമയമാകുമ്പോൾ തെളിഞ്ഞു വരുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയണു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ നേരായ മാർഗത്തിലുള്ള കാശ് അത് ഒടുക്കം അത് അച്ഛനിൽ തന്നെ വന്ന് ചേർന്നല്ലോ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയണു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്കും സന്തോഷം. അതെ, ശ്രുതി പറഞ്ഞ നിങ്ങളുടെ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യണോ? അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള അറിവും ബുദ്ധിയൊന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുക. അപ്പോൾ അവിടെ ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ആകും എൻ്റെ രേവതി. ഇതിവിടം കൊണ്ട് തീരാനൊന്നും പോകുന്നില്ലെന്നേ. പാർലർ ഏട്ടത്തി ശ്രുതി പോലും അറിയാതെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് ഉറപ്പാണെന്ന് സച്ചു പറഞ്ഞു. അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ മുതൽ എനിക്കത് ഉള്ളിലൊരു സംശയമായിട്ട് കിടക്കുക. നീ കണ്ടോ, ഇനി ഓരോന്നോരോന്നായിട്ട് വഴിക്ക് വഴിയെ പുറത്തു വരും, അത് ഉറപ്പാണെന്ന് സച്ചി രേവതിയോട് പറഞ്ഞു. അല്ല, എങ്ങനെ പുറത്തു വരുമെന്ന് അവള് പറയുമോ എന്ന് ചോദിച്ചപ്പം ഒരു തവണ കള്ളത്തരം പിടിച്ചാൽ ഒന്ന് പേടിക്കും. ആ പേടി അവൾ ചെയ്ത മറ്റെല്ലാ കള്ളത്തരങ്ങളെയും പുറത്താക്കുമെന്ന് സച്ചി പറയുവാണ്. അവളുടെ കള്ളത്തരം കണ്ടുപിടിക്കണമെന്ന് സച്ചി ഉറപ്പിച്ച് തീരുമാനിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ചന്ദ്ര ശ്രുതിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയും അവിടെ നിൽപ്പുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ വന്നേ. എന്താ അമ്മേ, എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും എന്നോട് കള്ളം പറഞ്ഞെന്നും പിന്നെ നീലിമ കാശ് തന്ന കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് മറ്റാരും അറിയാതെ ഞാൻ നോക്കിയാനേ എന്ന് ചന്ദ്രമതി പറയാം. എല്ലാവർക്കും മുന്നിൽ എനിക്കിങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നും ചന്ദ്ര ഇവരോട് രണ്ടുപേരോടും പറയുന്നു. ശ്രുതി അന്നേരം അങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി, നിനക്കെങ്കിലും എന്നോടത് പറയാറുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സോറി ആൻറ്റി എന്ന് ശ്രുതിയെ ചെറിയ പ്രശ്നമായാൽ പോലും അത് ഊതി വീർപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ഈ വീട്ടിൽ ചിലരുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് ചന്ദ്രമതി മക്കളോട് ചോദിക്കുക കേട്ടോ. സച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, ഇനി മുതൽ കടയുടെ ഓണർ അവൻ്റെ അച്ഛനാണെന്ന്. അതൊന്നും വേണ്ടാന്ന് രവിയേട്ടൻ പറഞ്ഞാലും സച്ചി രവിയേട്ടനെ വിടത്തില്ല. അവൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറയാം. അത് അവൻ അങ്ങനെ പറഞ്ഞതെന്നും. ഇത് കേട്ടപ്പോൾ ശ്രുതിക്കും ഭയങ്കര കലിപ്പ്. അവൻ എന്താ മനസ്സിൽ കണ്ടതെന്ന് ആർക്കറിയാം? എല്ലാത്തിനും കാരണം ആ 50 ലക്ഷം രൂപയാണെന്ന് ചന്ദ്രമതി. അത് അവൻ്റെ മുഖത്തേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്താൽ പിന്നെ അവൻ മിണ്ടത്തില്ല, ഈ പ്രശ്നം അങ്ങ് അവസാനിക്കുമെന്നും ചന്ദ്രമതി പറയുമ്പം, അല്ലമ്മേ, അതിന് ഈ 50 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ, പിന്നെ ഇവിടുന്നാണെന്ന് ചോദിച്ചു. അപ്പം എടാ, പൈസ സംഘടിപ്പിക്കുന്നൊന്നും വലിയ കാര്യമൊന്നും അല്ലല്ലോ. ദേ ശ്രുതി, നീ വിചാരിച്ച നടക്കത്തില്ലേന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ എങ്ങനെ? അല്ല ആൻറ്റി, ഞാൻ വിചാരിച്ച അതെങ്ങനെ നടക്കാനാ? എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നും ഇല്ലയെന്ന് അറിഞ്ഞുകൂടെയെന്ന് ചോദിക്കുമ്പം നിൻ്റെ ഇളയച്ചനെ വിളിച്ച് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ചന്ദ്രമതി പറയണു. എന്നിട്ട് നിൻ്റെ അച്ഛനോട് കാശ് വാങ്ങിച്ച് അദ്ദേഹത്തിനോട് അയച്ചു തരാൻ പറയാനും പറഞ്ഞു. ദേ കിടക്കുന്നു, എൻ്റെ ശ്രുതിയുടെ തലയ്ക്ക് മീതെയാണല്ലോ വരുന്നത്. എങ്ങനെയെങ്കിലും ആ പൈസ വാങ്ങിച്ച് അവർക്ക് കൊടുക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഈ വീട്ടിലൊരു മര്യാദ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന എനിക്കും അത് കിട്ടണമെങ്കിൽ അത് അത്യാവശ്യമാണെന്ന കാര്യം ചന്ദ്രമതി പറഞ്ഞു. കാശ് കൊടുത്തില്ലെങ്കിൽ ആ കട നിങ്ങൾക്ക് നഷ്ടാവേ. അതിനു വേണ്ടുന്നതെല്ലാം സച്ചി ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാശ് അയക്കാൻ പറയാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആൻറ്റി, എൻ്റെ അച്ഛൻ ജയിലിലാണെന്ന് ആൻറ്റിക്ക് അറിഞ്ഞുകൂടെയെന്ന് ചോദിച്ചു. നിൻ്റെ അച്ഛൻ്റെ സ്വത്ത് ജയിലിനകത്തല്ലല്ലോ, അത് പുറത്തല്ലേ. ഈ വീട്ടിൽ നിങ്ങൾക്കും എനിക്കും സമാധാനത്തോടെ കഴിയണമെങ്കിൽ ആ 50 ലക്ഷം രൂപ കൊടുത്തേ പറ്റുമെന്ന് ചന്ദ്രമതി പറയണു. വീണ്ടും ശ്രുതി വെടാപ്പാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദേ നോക്ക് ശ്രുതി, എല്ലാം നിൻ്റെ കയ്യിലാകട്ടെ കിടക്കുന്നത്, അത് നീ മനസ്സിലാക്കണം. ഒരഴിവും പറഞ്ഞേക്കരുത്. നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അത് കൊടുക്കണം, അതും എത്രയും പെട്ടെന്ന് വേണമെന്നൊക്കെ പറയുമ്പം, അല്ല ആൻറ്റി അത് ഞാൻ അങ്ങനെ അതും പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ടേക്ക് പോയി. ശ്രുതി ഇങ്ങനെ പെട്ട് നിൽക്കുക. ശ്രുതിയും വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേവതി ഇരുന്ന് TV കണ്ട് ചിരിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രമതി രേവതിയോടുള്ള കലിപ്പ് വീണ്ടും വന്നു. എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ രേവതിയെ നോക്കി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കട്ടെ, ഗോഷ്ടിയൊക്കെ അവിടെ നിന്ന്. അപ്പോഴത്തേക്കും നിന്നെ ഞാൻ ഇരുത്താടിയെന്ന് പറഞ്ഞു ചെല്ലുന്നു ചന്ദ്ര. ആ അമ്മേ നോക്കിയേ, അമ്മ ഈ സിനിമ കണ്ടായിരുന്നോ? നല്ല സിനിമയും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് രേവതി പറഞ്ഞു. ചിരിച്ചിരിച്ച് മണ്ണ് തപ്പിപ്പോയെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ കയ്യും ചുരുട്ടി ഇങ്ങനെ ഇരിക്കുക. കണ്ടില്ലെങ്കിൽ വന്നിരുന്ന് കാണാമേ, വാ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴും രേവതി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്രമതി ഉറഞ്ഞതുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അവക്കടെ ഒരു TV എന്ന് പറഞ്ഞു ഓടി ചെന്ന് TV അങ്ങ് നിർത്തി വെച്ചു. എഴുന്നേക്കടി എന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കും. അപ്പോൾ അച്ഛൻ അന്തം വിട്ട് നോക്കുക കേട്ടോ. എഴുന്നേക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര. അപ്പോൾ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയെന്ന് രേവതി ചോദിച്ചേ. അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എഴുന്നേക്കാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ രേവതിയോട് ചൂടായി. അമ്മ, ഇത് ഞാനാ, രേവതിയാ. രേവതി, നിന്നോട് തന്നെയാ ഞാൻ പറഞ്ഞത്, പൂ കെട്ടുന്നവളെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ മറിഞ്ഞു. ആളെ മനസ്സിലാകാതിരിക്കാനും മാത്രം എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല, എഴുന്നേക്കടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പം നിൻ്റെ ജോലിയൊക്കെ തീർന്നോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പൂവൊക്കെ കെട്ടി കൊടുത്തല്ലോ, എൻ്റെ ജോലി തീർത്തിട്ടാണ് ഞാനിവിടെ ഇരുന്നതെന്ന് രേവതി പറയുമ്പോൾ അപ്പം രേവതി കഴിച്ചുകൊണ്ടിരുന്ന പാത്രം വരെ തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പം ഞാൻ ജോലി ചെയ്യാതെ ഇവിടെ നിന്ന് സിനിമ കാണുകയാണെന്ന് കരുതി അമ്മ ദേഷ്യപ്പെട്ടതാണല്ലേ എന്ന് ചോദിക്കുകയാണേ.
അമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഈ ദേഷ്യം എന്ന് രേവതി ചോദിക്കുമ്പം സ്നേഹം നിന്നോടാ എനിക്കോ എടി പൂകെട്ടുന്നോളാം ദേ എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പഴയ സ്വഭാവത്തിലേക്ക് വന്നു. അച്ഛനത് മനസ്സിലായി. നീ നിന്റെ പൂകെട്ടുന്ന ജോലി ചെയ്യാനല്ല പറഞ്ഞു, നീ വീട്ടിലെ ജോലികൾ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞപ്പം അമ്മ അതൊക്കെ ശ്രുതി ചെയ്യില്ലേ എന്ന് രേവതി ചോദിക്കുമ്പം അതിന് ശ്രുതി ഇവിടുത്തെ വേലക്കാരിയാണോ ജോലിയൊക്കെ ചെയ്യാനെന്ന് ചോദിച്ചു ചന്ദ്ര. അപ്പം ഇത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നു. സച്ചിക്ക് കാര്യം മനസ്സിലായി. അവളെ വലിയ കോടീശ്വരൻ്റെ മോളാ, അല്ലാതെ നിന്നെ പോലെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കിടന്ന് കാണിക്കുന്നതെല്ലാം സച്ചി കേൾക്കുന്നു. അച്ഛനും അപ്പുറം അവിടെ ഇരുന്ന് തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. പോയി അടുക്കളപ്പണി ചെയ്യടി എന്നും പറഞ്ഞുകൊണ്ട് ചൂടാവുകയാണ്. നേരാമണ്ണം വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ദിവസങ്ങളായി, പോയി അതൊക്കെ വൃത്തിയാക്കടി ചെല്ലടി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം അമ്മയ്ക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് രേവതി ചോദിച്ചു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, ജീവിതകാലം മുഴുവൻ നിന്നെയും തലയിൽ വെച്ചുകൊണ്ട് ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ സുഖമായിട്ട് കഴിയാമെന്നാണോ നീ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ അമ്മയ്ക്ക് ശ്രുതിയോടുള്ള ദേഷ്യമൊക്കെ മാറിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആരോട് ദേഷ്യവും ഇല്ല സ്നേഹവും ഇല്ല, കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, മര്യാദക്ക് നീ ജോലി അടി, പറഞ്ഞ ജോലി ചെയ്യുക, അടുക്കളയെ പോടി എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പേടിപ്പിക്കുക ചന്ദ്ര. ഇത് കേട്ട് സച്ചിയും അച്ഛനും അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താടി വീഴ്ച നോക്കി നിൽക്കുന്നേ, പറഞ്ഞ അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്, പോടി അടുക്കളയിലോട്ട് പോടി എന്നും പറഞ്ഞ് രേവതി അടുക്കളയിലേക്ക് തള്ളിവിടാൻ നോക്കുമ്പോൾ നമ്മുടെ സച്ചി അവിടെ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് നിൽക്കുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ സച്ചിക്കത് സഹിച്ചില്ല. സച്ചി കലിപ്പ് കയറി നിൽക്കുക. രേവതി നിനക്ക് സങ്കടമായോ എന്ന് സച്ചി ചോദിച്ചു. അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല സച്ചേട്ടാ, ഞാൻ എന്തിനാ വിഷമിക്കുന്നേ, പെട്ടെന്ന് പറഞ്ഞപ്പം ഷോക്കായി പോയതാണെന്ന് രേവതി പറയാം. ഇങ്ങനൊരു നിറമാറ്റം ഞാൻ പ്രതീക്ഷിച്ചതാണെന്നും പക്ഷേ അത് ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് രേവതി പറഞ്ഞപ്പം പാർലറേട്ടത്തോടുള്ള ദേഷ്യത്തിനാണ് നിന്നോട് അമ്മ സ്നേഹം അനുഭവിച്ചത്, അവളോടുള്ള ദേഷ്യം മാറിയപ്പോൾ അമ്മ അഭിനയം അങ്ങ് നിർത്തിയതാ, അത്രേ ഉള്ളൂ എന്ന് സച്ചി രേവതിയോട് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ രേവതിക്കാണെങ്കിൽ ഒരു വിഷമം പോലെ, എന്നാലും എന്നോടുള്ള അമ്മയുടെ സ്നേഹം അഭിനയമായിരുന്നു എന്നൊക്കെ എനിക്കറിയായിരുന്നു സച്ചേട്ടാ, പക്ഷേ ഞാനത് ആസ്വദിച്ചായിരുന്നു എന്ന് രേവതി പറയുന്നു. ഇതൊക്കെ അച്ഛനപ്പുറം ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. ഇവിടെ കയറി വന്നപ്പം മുതൽ ഞാൻ എന്താണോ കൊതിച്ചത് അത് അമ്മ എനിക്ക് തന്നു എന്ന കാര്യം പറയണു. പിന്നെ നടക്കില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും ചെറിയൊരാഗ്രഹം, സാരല്ല സച്ചേട്ടാന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം ഞാനും ഒരുപാട് കൊതിച്ചതാ, ആഗ്രഹിച്ചതാണ്, കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഞാനത് വിട്ടതാണെന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുക കേട്ടോ. അന്നേരം അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് മക്കളെ എന്നും പറഞ്ഞൊരു വിളി. അച്ഛനാണെങ്കിൽ ഒരു കാര്യമില്ലാതെ അവിടെ അങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക, ചന്ദ്രയിട്ട് വിലക്കിയതും ഇല്ല. അപ്പോൾ എന്താ അച്ഛാന്ന് സച്ചി ചോദിച്ചു. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് മുന്നേ അറിയാവുന്നതല്ലേ എന്നായിരുന്നു അച്ഛൻ്റെ ചോദ്യം. അത് നിങ്ങൾ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതും അല്ലല്ലോ, അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് പോയിക്കോളും, നിങ്ങളതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അവൾ തരാത്ത സ്നേഹമൊക്കെ ഞാൻ തരുന്നില്ലേ നിങ്ങൾക്ക്, അതുപോരെ എന്ന് അച്ഛൻ മക്കളോട് ചോദിക്കുമ്പോൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അവളുടെ മനസ്സിൽ ഒരിക്കലും ഒരു നന്മ ഉണ്ടാവില്ല എന്നും അച്ഛൻ ഇങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശ്രുതിയോടുള്ള സ്നേഹം എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാമെന്നും, പക്ഷേ അച്ഛൻ്റെ ഈ സ്നേഹം അതുണ്ടല്ലോ, അച്ഛൻ നിങ്ങളെ വിട്ടുപോയാലും നിങ്ങളുടെ ചുറ്റുമൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് അച്ഛൻ മക്കളോട് പറയണു. അത് കേട്ടപ്പോൾ സച്ചിക്കും രേവതിക്കും സങ്കടമായി. അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സങ്കടത്തോടെ അങ്ങനെ അവിടെ നിൽക്കുന്നു. അച്ഛൻ അങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രവിയേട്ടൻ അവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രയാണ് ചായയൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ചന്ദ്രയെ കണ്ടപ്പോൾ എന്താ ചന്ദ്രേ നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ എന്നും പത്രം വായിക്കാറുള്ളതാണെന്നും നിങ്ങളെപ്പോലെ രാവും പകലും ഇരുന്നൊന്നും വായിക്കാറില്ലെന്നേ ഉള്ളൂ എന്ന് ചന്ദ്രമതി രവിയേട്ടനോട്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പോകാനായിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ അച്ഛൻ വണ്ടി കഴുകിക്കൊണ്ടിരിക്കാം. അച്ഛൻ കുളിച്ച് റെഡിയായില്ലേ, നമുക്ക് പോകണ്ടേന്ന് ചോദിച്ചു. എവിടെ പോകാനാടാ? അപ്പോൾ പറഞ്ഞു അച്ഛൻ മറന്നോ, ഷോറൂമിൽ പോകണ്ടേന്ന് ചോദിച്ചു അച്ഛനോട് സച്ചി. അച്ഛൻ്റെ കാശ് കൊണ്ടുണ്ടാക്കിയ കടയല്ലേ, അച്ഛനല്ലേ അതിൻ്റെ ഓണറ്, അതെന്താ മറന്നുപോയേ? കൂടുതലൊന്നും ആലോചിക്കണ്ട, അച്ഛൻ വേഗം വന്നേ, വാ ഇങ്ങോട്ട്. അപ്പോൾ ശ്രുതിയും അവൻ്റെ ഭാര്യയും എന്നോട് കള്ളത്തരം കാണിച്ചു, എൻ്റെ കാശ് കൊണ്ട് കടയും വാങ്ങിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ ഓണറാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കയറി ഇരിക്കുന്നത് എങ്ങനെയാടാന്ന് ചോദിച്ചപ്പോൾ എന്താ ചെയ്ത്. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ ഇങ്ങനെ തലയാട്ടോ. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ സംസാരം കേട്ട് അവനൊരു മണ്ടനായതുകൊണ്ടും അവനൊരു ബുദ്ധിയില്ലാത്തതുകൊണ്ടും അവനെ എല്ലാവരും പറ്റിക്കും. ആ നീലിം അവനെ പറ്റിച്ചുകൊണ്ട് പോയത് അച്ഛൻ കണ്ടില്ലേ, അല്ലെങ്കിൽ ഇവനായിട്ട് അങ്ങോട്ട് ചെന്ന് വീണു കൊടുക്കുമോ? ഇപ്പോഴത്തെ വിശ്വനാഥന് 30 ലക്ഷം രൂപ കൊടുത്തതുപോലെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി എല്ലാം എടുത്ത് അങ്ങോട്ട് ഇട്ടു. ചന്ദ്രമതി പൊളിക്കുവാണ് അവിടെ ഇട്ട. ഇതൊക്കെ കേട്ട് ചന്ദ്രമതി തൊലി ഉരിഞ്ഞിങ്ങനെ അവിടെ ഇരിക്കുന്നിട്ട് തുന്നത്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.